ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്നല്ലേ? അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡയപ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ തന്നെയാണ്. അതെ, ഡയപ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോ തന്നെയുണ്ട്. ബട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ഡയപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമല്ല, ഈ ഡയപ്പർ എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് കാണിച്ചിട്ടാണ്. ഇതിപ്പോൾ ഓൾറെഡി യൂസ്ഡ് ഡയപ്പറാണ്. ഇത് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെ നോക്കാമല്ലേ? അതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ചിലവർ ചോദിക്കും ഇത് ഡിസ്പോസബിൾ അല്ലേ, ഇത് റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് റീയൂസ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ പുറം മാത്രമേ എടുക്കണുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഡിമെറിറ്റ്സ് ഒന്നും വരാനില്ല. പിന്നെ എപ്പോഴും ഫുൾ ടൈം ഡയപ്പർ ബേബീസിന് യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും വാഷ് ചെയ്യാനുള്ള മടി കൊണ്ടാവില്ല എല്ലാവരും. ഇപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് അധികം ഡയപ്പറാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ക്ലോത്തോ അല്ലെങ്കിൽ റീയൂസബിൾ ഡയപ്പേഴ്സ് ഉണ്ടല്ലോ, ക്ലോത്ത് ഡയപ്പേഴ്സ് ഒന്നും വാഷ് ചെയ്യാനുള്ള മടി കൊണ്ടല്ല. അവർ നമ്മൾ എവിടെയെങ്കിലും നിർത്തുമ്പോൾ അവിടെ യൂറിനേറ്റ് ചെയ്യും, എന്നിട്ട് അതിൽ അവർ തന്നെ തെന്നി വീഴും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൂടിയാണ്ടാണ് ഞാനിങ്ങനെ ഫുൾ ടൈം ഡയപ്പർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഒരു വേറൊരു മെത്തേഡാണ് ഇത്. കാരണം നമ്മൾ ഡയപ്പർ ഇട്ട പോലെ തന്നെ ആക്കാറും, പക്ഷെ നമ്മൾ ഡയപ്പർ അല്ല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാമ്പേഴ്സ് ആണ്. പാമ്പേഴ്സിൻ്റെ പ്രീമിയം വണ്ണാണ്. ഇതിപ്പോൾ ലായ്ക്ക് യൂസ് ചെയ്തതാണ്. കണ്ടോ, ജെല്ലൊക്കെ അത്യാവശ്യം ഫില്ലായിട്ടുണ്ട്. ഇത് ഞാനിതാ ഇങ്ങനെ തിരിക്കണുണ്ട്. ഓൾറെഡി ഇതാ ഞാൻ ഈ ഡയപ്പർ തിരിക്കണ പോലെ കാണിച്ചിട്ടുണ്ട്, തിരിച്ച് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് യൂസ്ഡ് ഡയപ്പറാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഉണ്ടാവും, ഇങ്ങനെയുള്ള സ്റ്റിച്ച്, എന്നിട്ടാ ഇങ്ങനെയുള്ള സ്റ്റിച്ച്. ഇത് നമുക്ക് അഴിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ ഓരോന്നായിട്ട് അഴിച്ചിട്ട് കാണിച്ചു തരാം. അഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ചിലപ്പോൾ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത്രയും നോക്കിയതിന് ശേഷം മാത്രം ഇത് അഴിച്ചെടുക്കുക. ഞാൻ അഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ജെല്ലൊക്കെ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ റിമൂവ് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യണത്. കറക്റ്റ് മനസ്സിലാവാനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. മെല്ലെ മെല്ലെ ഇതിങ്ങനെ എടുക്കണം. ഞാനിതിങ്ങനെ എടുക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചെടുക്കണം. 1-2 പ്രാവശ്യം നമ്മൾ എടുത്താൽ പിന്നെ നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും രണ്ടും സെപ്പറേറ്റ് ആണ്. നമുക്ക് ഇങ്ങനെ എടുത്തത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. ചിലവർക്കൊക്കെ ഇത് അറിയണതാവും, പിന്നെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഞാനൊരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് മെല്ലെ എടുക്കണം. ഓക്കെ, കുറച്ചധികം സമയത്തിൻ്റെ പരിശ്രമത്തിന് ശേഷം ഇതാ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്ക് പാൻറ്റീസ് പോലെ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ വലിച്ചെറിയണ ഡയപ്പറിൽ നിന്ന് കിട്ടിയതാണ് ഇത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇങ്ങനത്തെ കോട്ടൺ പാഡ്സ് ഉണ്ടാവുമല്ലോ, കോട്ടൺ പാഡ് ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. കോട്ടൺ പാഡ് ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് അവർക്ക് യൂസ് ചെയ്യാം. നമ്മളിതിൻ്റെ പുറത്ത് ട്രൗസറൊക്കെ ഇട്ട് കൊടുത്താൽ അത് പുറത്തേക്ക് ലീക്ക് ആവുമല്ലോ. ഇതാവുമ്പോൾ ലീക്കിംഗ് ഇഷ്യൂ വരില്ല. കാരണം ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് എന്തിട്ട് കൊടുക്കുന്നില്ല ടെൻഷൻ വേണ്ട. അപ്പോൾ നമ്മൾ സൂപ്പർ ബോട്ടം അങ്ങനത്തെ ഒക്കെ ബ്രാൻഡിൻ്റെ
ഡയപ്പേഴ്സ് ക്ലോത്ത് ഡയപ്പേഴ്സ് വാങ്ങുമല്ലോ, അതുപോലെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതാ, ഓരോ യൂസിന് ശേഷം ഇത് പിന്നെ യൂസ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല, പിന്നെ കളയാം. ബട്ട് ഒരു വട്ടം നമ്മൾ ഡയപ്പർ ഇട്ട് കൊടുത്താൽ ആ ഡയപ്പറിൻ്റെ ഈ ഭാഗം, ഈ ഒരു ഭാഗം റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം വീണ്ടും യൂസ് ചെയ്യാം. നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് ഡയപ്പർ വാങ്ങുമ്പോൾ എന്തിനാ എത്ര പെട്ടെന്ന് കളയുന്നത്? ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ പകരം ഇപ്പോൾ ഇങ്ങനെ കോട്ടൺ പാഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലോത്ത് ഉണ്ടല്ലോ, വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ മടക്കിയിട്ട് അതും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതാ, ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മളോട് ചോദിക്കുമല്ലോ, എപ്പോഴും കുട്ടിക്ക് ഡയപ്പറാണ് ഇട്ട് കൊടുക്കല്. ഇത് ഡയപ്പറല്ല, നമ്മൾ ക്ലോത്താണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്ലോത്തിൻ്റെ പുറത്ത് ട്രൗസറോ അല്ലെങ്കിൽ പാൻറ്റീസോ ഒക്കെ ഇട്ട് കൊടുത്താൽ അത് ലീക്കായി പുറത്തേക്ക് വരും. ഇതാവുമ്പോൾ ലീക്കിങ് ഇഷ്യൂ വരില്ല. അതിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണിത്. നമ്മൾ പ്രീമിയം അല്ലെങ്കിൽ വേറെ ഡയപ്പേഴ്സൊക്കെ വാങ്ങുമ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങണതല്ലേ, അപ്പോൾ നമുക്ക് ഒന്നും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇത്. പിന്നെ ഓൾറെഡി ഡയപ്പർ യൂസ് ചെയ്യുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ ആയിട്ട് അവർ അഡാപ്റ്റഡ് ആവും, അതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ലൊരു പാൻറ്റീസാണ് നമുക്ക് ഇതുമെന്ന് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്ലോത്ത് ഡയപ്പറോ അല്ലെങ്കിൽ ക്ലോത്ത് പാഡോ കോട്ടൺ പാഡോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ രാത്രിയൊക്കെ എന്തായാലും ഡയപ്പറൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡയപ്പർ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ അതിങ്ങനെ സൈഡ് ടിയർ ചെയ്യാതെ ഇങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇത് റിമൂവ് ചെയ്താൽ രാവിലെ കുട്ടീനെ കുളിപ്പിക്കും വരെയൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെയും നമുക്ക് ഇട്ട് കൊടുക്കുക, കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ ഇട്ട് കൊടുക്കുക. നമുക്കത് വാഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാവില്ലല്ലോ നമ്മൾ നോർമലി ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യണത്. അവരിങ്ങനെ അവിടെ ഇവിടെയും മൂത്രം ഒഴിച്ചിട്ടൊക്കെ അതിൽ തെന്നി വീഴണ്ടെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഓരോ സേഫ്റ്റിക്കും കൂടിയാണ് നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഓപ്ഷനാണ് ഇതും. നമുക്ക് പിന്നെ ആ ക്ലോത്ത് അല്ലെങ്കിൽ ആ പാഡ് നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്തിട്ടാൽ മതി. ഇത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ഡയപ്പർ നമ്പർ ഓഫ് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ഒരു ദിവസം 2 ഡയപ്പറൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്താൽ മതിയാവും, നൈറ്റിലും പിന്നെ നമുക്ക് ഇതിൽ അത്യാവശ്യം വരുമ്പോൾ അപ്പോഴും. അപ്പോൾ ആ 2 ഡയപ്പറും നമുക്ക് 2 ഡയപ്പറിൻ്റെയും ഇത് എടുത്തിട്ട് നമുക്ക് അല്ലാത്ത രീതിയിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം 4 ഡയപ്പറൊക്കെ ഇട്ട് കുട്ടിക്ക് ഒരു ദിവസം 2 ഡയപ്പറാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കുഞ്ഞു കുട്ടികളെല്ലാവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, കാരണം ഇത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ പേർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കുക, അത്ര ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു മെത്തേഡാണ്. ഇതിൽ അങ്ങനെ നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യല്ല അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ പുറം മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. പിന്നെ കുട്ടി പൂപ്പ് ചെയ്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കണ്ട, നമുക്കത് അങ്ങനെ കളഞ്ഞാൽ മതി. നല്ല ഡയപ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, കുറച്ച് നേരം മാത്രം ഇട്ട് കൊടുത്തിട്ട് യൂസ് അങ്ങനത്തെ ഒക്കെ ഇല്ലെങ്കിൽ എടുത്താൽ മതി. പിന്നെ പ്രീമിയം ഒക്കെ ആകുമ്പോൾ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ വെറുതെ കളയുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഒരു വട്ടെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ കളയുന്നതിൻ്റെ സങ്കടം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാത്തവർ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ എന്തായാലും ഞാനിപ്പോൾ എൻ്റെ മോൻക്ക് ഒരു ദിവസം 4 ഡയപ്പർ യൂസ് ചെയ്യേണ്ടായിരുന്നു. രാവിലെ എണീറ്റാൽ കുറച്ച് ടൈം ഫ്രീ ടൈം കൊടുക്കും, ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിട്ട് കുറച്ച് നേരം ഫ്രീ ടൈം കൊടുക്കും, ഡയപ്പറൊന്നും ഇല്ലാതെ. പിന്നെ അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഡയപ്പർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈറ്റിലിട്ട ഡയപ്പർ ഇങ്ങനെയൊക്കെ എടുത്താൽ ഇതിനുള്ളിൽ കോട്ടൺ പാഡ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് അപ്പം യൂസ് ചെയ്യുക. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ ഇതുണ്ടാവില്ലല്ലോ, ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയപ്പർ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ആ ഒരു പുറം ഭാഗം എടുത്തിട്ട് അതിൽ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ പാഡ് വെച്ചിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നൈറ്റിൽ വീണ്ടും നമുക്ക് ഡയപ്പർ ഇട്ട് കൊടുക്കാം. അപ്പോഴും നമ്മൾ ഡയപ്പർ യൂസ് ചെയ്തതിൻ്റെ എണ്ണം നമുക്ക് കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ഒന്നും കൂടി കോട്ടൺ ആണ് മെറ്റീരിയലൊക്കെ നല്ലതെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ട്രൗസറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന് പുറത്തിട്ട് കൊടുക്കാം. എനിക്കൊക്കെ ഞാനൊക്കെ എപ്പോഴും ഡയപ്പർ ഇട്ട് കൊടുക്കുക. അല്ല വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്, ഇങ്ങനെ ഫുള്ളി ഡ്രസ്സ് ചെയ്തിങ്ങനെ കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ മറ്റേ ക്ലോത്തിൻ്റെ ഇതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മാറ്റേണ്ടി വരുള്ളൂ. അപ്പോൾ ആ ഡ്രസ്സ് കുറച്ച് നേരം കിടക്കില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ മുതൽ നമുക്ക് ട്രൗസറും പിന്നെ ടീഷർട്ടും നോർമലി
നോർമലി ഇട്ട് കൊടുക്കുന്ന പോലെ അതിലെ ട്രൗസർ ഇതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാത്താലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഓൾക്കൊന്ന് ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഇതിനെ കുറിച്ചിട്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിന് ചിലപ്പോൾ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരെ അസ്സലാമു അലൈക്കും.